നമ്മൾ ഒരു ഷീറ്റിൽ സ്റ്റോൺ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കാലപ്പിൻ്റെ സ്റ്റോൺ വർക്ക് ഒരു ഷീറ്റിൽ നമ്മൾ ചെയ്ത് വെച്ചു കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം കൂടെ വേണം നമുക്ക് ചുരിദാറിലേക്ക്. ഇതുപോലത്തെ 2 ഷീറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ നമുക്കൊന്ന് ശരിക്കും ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലും കൂടെ നമുക്ക് ഇനി ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഈ സ്റ്റോൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം നിറച്ചിട്ട് കൊടുക്കുക. ഈ ബോർഡിൽ നമ്മൾ സ്റ്റോൺ ഇങ്ങനെ നിറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്നില്ലെങ്കിൽ ഒരു പൗഡറിൻ്റെ പഫോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ നമ്മുടെ മുഖത്ത് കിട്ടുന്ന ഒരു ഇതാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ എല്ലാത്തിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാകുമ്പോൾ ഒത്തിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടാത്തതൊക്കെ നമുക്കിങ്ങനെ ഒന്ന് തട്ടിയിടുകയും ചെയ്യാം. ഈ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ എല്ലാ ഹോളിലും നമുക്കിതിങ്ങനെ നിറയ്ക്കണം കേട്ടോ, ഫില്ല് ചെയ്യണം. ഒരെണ്ണം പോലും ഫില്ല് ചെയ്യാതെ ഇരിക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പൂട്ടോ. എല്ലാ ഹോളിലും നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റോൺ എല്ലാ ഹോളിലും ആക്കിയതിന് ശേഷം നമുക്കിതിങ്ങനെ തട്ടിക്കളയാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പുറത്ത് നിൽക്കുന്നതൊക്കെ കളയാം. ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നതൊക്കെ നമുക്ക് നേരെയാക്കി കൊടുക്കണം. ഇത് മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കിത് പിടിന്ന് ഈ ഫ്ലവർ വേണമെങ്കിൽ മാത്രമായിട്ട് വെട്ടിയെടുക്കുക, അല്ലെങ്കിൽ ലീഫ് മാത്രം എന്നിട്ട് നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാത്തിലും നേരെ തന്നെയൊന്നും അല്ല ഇരിക്കുന്നത്, നമുക്ക് ശരിയാക്കേണ്ടി വരും കേട്ടോ. അവസാനം ഒരുവിധം ആയിന്ന് കാണുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് ഇല്ലാത്തതിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചെരിഞ്ഞതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് കൊടുക്കണം. ചിലത് തല തിരിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ നമ്മൾ നേരെയാക്കണം കേട്ടോ. പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയണം, അല്ലെങ്കിൽ അതെല്ലാം ഒട്ടിപ്പൂട്ടാം. അല്ലെങ്കിൽ ടേപ്പുമ്മേ ഭാഗം ഇങ്ങനെ ക്ലിയർ ആക്കുക. ബോർഡ് നന്നായിട്ട് ക്ലിയർ ആക്കുക. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം ഒട്ടിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേറാത്തതിലൊക്കെ നമുക്കൊന്ന് ഓരോന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനത്തെ ഒരു പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് തിരിച്ചൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഉണ്ടാവും ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സൂചി ആയാലും മതി കേട്ടോ. അപ്പോൾ തയ്ക്കണ സൂചിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇല്ലാത്ത ഹോളുകളുണ്ടല്ലോ, ഇപ്പോൾ കയറിയിരിക്കാത്ത ഹോളുകളിലൊക്കെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമുക്ക് ഒന്ന് ഈ സ്റ്റോണും ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ഈ ഗ്യാപ്പിലൊക്കെ കൊണ്ടുവയ്ക്കുക. ഇല്ലാത്ത ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇനി ഒട്ടിച്ചെടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഭംഗിയുള്ളൊരു വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ ഇതിൽ ഈ ഒരു വർക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലവർ മാത്രം ചെയ്യാം, ലീഫ് മാത്രം ചെയ്യാം. ഇതൊക്കെ ഒട്ടിച്ചേണ്ടി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് വെട്ടിയെടുക്കാൻ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിൽ ഡിസൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെരിഞ്ഞെടുക്കുന്നതൊക്കെ നേരെയാക്കി ഇല്ലാത്തതിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. നമ്മളിത് മൊത്തത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും നല്ല നീറ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊന്നും കെടുക്കാതെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റോണിനെ നമുക്ക് ഈ ഒരു സ്റ്റിക്കറിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
ഈ സ്റ്റിക്കർ നമ്മൾ പൊളിച്ചിട്ട് ഈ പശയുണ്ട് കേട്ടോ, അപ്പോൾ അത് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നു. നമുക്കിതിങ്ങനെ ഒരുപാട് ഉണ്ടാക്കി വയ്ക്കാം, എന്നാലാണ് നമുക്ക് ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് സാരിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ മീറ്ററുകൾ വേണ്ടി വരും. അപ്പോൾ ചുരിദാറിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഞാൻ ചുരിദാറിലേക്കാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഈ ഷീറ്റ് ഒട്ടും ചുളിയാതെ ഇതുമ്പോൾ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. കറക്റ്റ് സൈസിന് വെട്ടിയെടുത്തിട്ട് ഒട്ടും ചുളിയാൻ പാടില്ല. നമ്മൾ നേരെ ഇതിന്മേൽ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അത് മുട്ടാനായിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ വല്ല പഫോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളൊന്നും ഇങ്ങനെ നന്നായിട്ട് അമർത്തി കൊടുക്കാം കേട്ടോ. ഈ സ്റ്റോൺ മുഴുവനും ഈ ഒരു സ്റ്റിക്കറുമ്പോൾ പിടിച്ചിട്ടുണ്ടാവണം. നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുക. ഇനി നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഇത് എടുത്ത് വയ്ക്കാം, നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊളിച്ചെടുക്കാം കേട്ടോ. പൊളിച്ചെടുക്കാൻ പോവാണ്. സൂക്ഷിച്ച് വലിച്ചെടുക്കാം കേട്ടോ. ബോർഡ് മറ്റേ എല്ലാ സ്റ്റോണും നമ്മൾ കറക്റ്റായിട്ട് ഇതുമ്മേലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കീറി വെച്ച് കളഞ്ഞേക്കണ ഈ ഷീറ്റുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് മാറ്റിയേക്കണ ഈ ഷീറ്റുമ്പോൾ തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ആദ്യം. ഈ ഷീറ്റുമ്പോഴേക്ക് ആദ്യം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏതുമ്മേ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്കിതെടുത്ത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വെട്ടി എടുത്തിട്ട് നമുക്കിത് ഒട്ടിക്കാം. ഇതിപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ഇങ്ങനെ ഓരോ ഷീറ്റുകളിലും ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ചുരിദാറോ അല്ലെങ്കിൽ സാരിയിലോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ഇനി ഇത് ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കാം. ഞാനിവിടെ വേറെ ഒരെണ്ണം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചുരിദാറിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഒരു സാരിയിൽ നിന്നൊരു ചുരിദാറിന് വേണ്ടി ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സാരിയുടെ. നമ്മളതിലാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. ഈ സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകണം. ഈ രണ്ടും കൂടെ നമ്മൾ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാനിവിടെ എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഞാനിപ്പോൾ ഈ ഒരു നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ആകെ കണ്ടം തുണ്ടാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം. ഇനി നമ്മൾ ഈ ഒരു നെക്കിൻ്റെ പോർഷനാട്ടോ ഈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ഒട്ടിച്ചു നമ്മൾ, ഇനി അടുത്തത് നമുക്ക് ഒട്ടിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതിൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഡിസൈനുകളൊക്കെ കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മളൊന്ന് തേച്ചിട്ട് വരാം. ഇത് തേക്കാനാട്ടോ പോണ്. നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലൊരു പേപ്പറോ അല്ലെങ്കിൽ വേറെ ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പതുക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചൂട് ഒരുവിധം വന്ന് കഴിഞ്ഞാലാണ് ഇതൊന്ന് ഒട്ടി തുടങ്ങുള്ളൂ. ആദ്യമൊന്നും ഇത് ഒട്ടില്ല കേട്ടോ. നന്നായിട്ട് ചൂട് ഇങ്ങനെ ഈ തുണിയിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് ഒട്ടുള്ളൂ. ആ സ്റ്റോൺ നമ്മളത്തെ പശയൊക്കെ ഈ ഫാബ്രിക് ഒട്ടി ഉറച്ചിരിക്കണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കണം. ഇന്നിത് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ടിട്ട് നന്നായിട്ട് തേക്കാം കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിനെ നമ്മളിങ്ങനെ പൊളിച്ച് കളയുമ്പോൾ ഞാൻ പൊക്കോളൂ കേട്ടോ. ഈ സ്റ്റോണൊക്കെ അത് തന്നെ ഉറച്ചിരിക്കുന്നുണ്ട്. നമ്മൾ തേച്ചപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഷെയ്ക്ക് ആവാതെ നമ്മൾ ഇനി ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഏത് ഡിസൈൻ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഡിസൈനായിട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിത് വെട്ടാതെ തന്നെ നമുക്ക് നേരിട്ട് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ.